മണിച്ചേട്ടന്റെ ഒരു പാട്ടുകളെ കുറിച്ച് പറയുമ്പം പല പാട്ടുകളുടെയും ലിറിസിസ്റ്റ് ആരാന്ന് പോലും നമുക്കറിയില്ല. വാമൊഴിയായി വന്ന് കിട്ടിയ പാട്ടുകളുണ്ട്, അറുമുഖം വെങ്കടങ്ങനെ പോലെ ഉള്ള ആളുകൾ എഴുതി കൊടുത്ത പാട്ടുകളുണ്ട്, എഴുതിയ പാട്ടുകളുണ്ട്. സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള പല പാട്ടുകൾക്കും ലിറിക്സ് എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ സന്തോഷ് വർമ്മ മണിച്ചേട്ടനെ ഓർക്കുന്നു. ഞാൻ സിനിമയിൽ കടന്നു വന്ന കാലഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒന്നിലാണ് ഞാൻ ശ്രീ കലാഭവൻ മണിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് പാട്ടെഴുതാൻ അവസരം കിട്ടി. അലക്സ് പോളിയേട്ടനായിരുന്നു അതിന് സംഗീതം ചെയ്തിരുന്നത്. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാര്യം അദ്ദേഹത്തെ പോലെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു നടൻ, ഒരു ഗായകൻ, അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു പെർഫോമറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം അന്നും ഇന്നും എല്ലാം ഓർമ്മയിൽ വളരെയധികം ഒരു ഉൾപ്പുളകം തന്നെ നൽകുന്ന ഒരു കാര്യമാണത്. അവിടെ ഒരു കടന്നു വന്ന തീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല നന്മകളെ കാണിക്കുന്ന ഒരു പാട്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടാളികളുമായിട്ടൊരു ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഡാൻസിന് അപ്പോൾ അങ്ങനെയാണ് പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, പാലമ്പിളി പോലെ ഒരാളല്ല എന്ന് പറയുന്ന വരി എഴുതുകയും അത് പുള്ളിക്ക് അത് വരികൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ പുള്ളി അത് പാടുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളൊരു ആദ്യ ബന്ധമുണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് വളരെ വലിയൊരു നഷ്ടമാണ് മലയാള ചലച്ചിത്ര ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഒരു ഗായകൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിലും ഒക്കെ ഒരുപാട് ഇനിയും ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മണിച്ചേട്ടനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോഴുമെല്ലാം കലാകാരൻ എന്ന് പറയുന്നു. നമ്മൾ പലരെ പറ്റിയും കലാകാരൻ എന്ന് പറഞ്ഞ ശേഷം നമ്മൾ പിന്നീട് ചോദിക്കുക ഏത് കലയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു അടുത്ത ചോദ്യം ഉണ്ടാകും, അവിടെ ഒരു ഉത്തരം ഉണ്ടാകും, അതിലായിരിക്കും അയാൾ പോപ്പുലർ ആകുന്നത്. എന്നാൽ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ അത്യാവശ്യം പെട്ടെന്നൊരു ചെണ്ട കൊടുത്താൽ മേളം വേണോ, മേളം, വാദ്യം, കാര്യങ്ങൾ, ഡാൻസ് ചെയ്യണോ, ഡാൻസ്, സാഹസികത എന്തെങ്കിലും ചെയ്യണം നോക്കിയാൽ അതിന് മടിയില്ലാതെ കയറും, പാടും, അഭിനയിക്കും. അല്ല, ഞാൻ എൻ്റെ ഒരു കലാജീവിതത്തിൽ ഇത്രയും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല സ്റ്റേജിൽ. അങ്ങനെ കലയുടെ എല്ലാ മേഖലകളിലും ഉള്ള ഒരാള്. രാമകൃഷ്ണൻ, നിമ്മിച്ചേച്ചിയും മണിച്ചേട്ടന്റെ മോളും സുഖായിരിക്കുന്നു. MBBS പഠിക്കുന്നു. MBBS അല്ലേ ശ്രീലക്ഷ്മി. അപ്പൊ അവരോട് കാണുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം തീർച്ചയായും അറിയിക്കുക. ഓർമ്മയിലെന്നും കലാഭവൻ മണി എന്ന് പറയുന്ന എപ്പിസോഡ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഏത് ഹെഡിങ്ങിലാണ് ആ വലിയ കലാകാരനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കറിയില്ല. സിനിമയായാലും അരങ്ങായാലും അണിയറയിലായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും മനുഷ്യനെന്ന നിലയിൽ പരിചയപ്പെടുന്ന ഓരോരുത്തരോടും ഏറ്റവും ഗംഭീരമായി പെരുമാറുന്ന ഒരാൾ. ഈ എപ്പിസോഡുകളുടെ ഏറ്റവും ആമുഖത്തിൽ പറഞ്ഞ ഒരു വരി വീണ്ടും ആവർത്തിക്കണമെന്ന് തോന്നുകയാണ്. ഒരു സാധാരണക്കാരന് എത്ര ഉയരങ്ങളിലെത്താം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാൾ, എത്ര ഉയരങ്ങളിലെത്തിയാലും ഒരാൾക്ക് എങ്ങനെ സാധാരണക്കാരനായി നിൽക്കാം എന്ന് കാണിച്ചു തന്ന ഒരാൾ, അതായിരുന്നു കലാഭവൻ മണി. നമുക്ക് ആൽബം സൈനിങ് സെഷനിലേക്ക് പോവാം. RLV രാമകൃഷ്ണന് അമൃത TVയുടെ വക ഒരു സ്നേഹോപകാരം. നമസ്കാരം. പലപ്പോഴും ചില വർത്തമാനങ്ങളിൽ ആലങ്കാരികമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മഴ പെയ്തു തോർന്നാലും മരം പെയ്തു തോരാറില്ലെന്ന്. നമ്മുടെ ഇടയിൽ നിന്നും പൊടുന്നനെ ഒരു ദിവസം മാഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ ഓർമ്മകൾ നമ്മളിൽ ജീവസുറ്റതായി നിൽക്കുന്നു. എന്നും നമ്മൾ അവരെ ഓർക്കുന്നു. മണിച്ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞാലും തീരാത്തതാണ്. ഓർമ്മയിൽ നിന്നും കലാഭവൻ മണി. അദ്ദേഹം ഇവിടെ അവസാനിക്കുന്നു.